12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു. ഇസ്രായേലിന് കനത്ത നാശനഷ്ടം ഈ യുദ്ധം വരുത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയ്ക്കും വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ഖത്തറിലെ സൈനിക താവളത്തിന് നേരെ, അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ സൈനിക താവളത്തിൻ്റെ ഗോപുരം തന്നെ തകർന്നു വീണു. ആശയവിനിമയ സംവിധാനം താറുമാറായി. വിമാനങ്ങൾ മാറ്റിയതുകൊണ്ട് വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായില്ല. പക്ഷേ അമേരിക്കയെ വിറപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു. വെടിനിർത്തലിലാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും. എങ്കിലും ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന അവസ്ഥ. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് ഗൗരവമായി തന്നെ ഇറാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ കരുത്താർജിക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ള ശ്രമം വിജയിച്ചു കഴിഞ്ഞു. ചൈനയിൽ നിന്നും വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ വാങ്ങി. മുമ്പ് റഷ്യയിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു. അന്ന് റഷ്യ അത് നൽകിയില്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ചൈന ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനം, തങ്ങളുടെ അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനം എയർ ഡിഫൻസ് സിസ്റ്റം നൽകി എന്നുള്ളതാണ് പുതിയ വാർത്ത. ചൈനയിൽ നിന്ന് പോർവിമാനങ്ങൾ വാങ്ങാനും ഇറാൻ തീരുമാനിച്ചു. ചൈനയിൽ നിന്ന് മുമ്പ് ഇറാൻ മിസൈലുകൾ വാങ്ങിയിരുന്നു. മിസൈലുകളും മറ്റ് ഡ്രോണുകളുമൊക്കെ ചൈനയിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇപ്പോൾ പോർവിമാനങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, റഷ്യയിൽ നിന്ന് പോർവിമാനങ്ങൾ ഇറാൻ വാങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യത്യാസം, ഇസ്രായേലിന് വ്യോമപാതയിൽ കരുത്ത് കൂടുതലാണ്. പോർവിമാനങ്ങൾ ഇറാനേക്കാളുമുണ്ട്. അത്യന്താധുനികമായ പോർവിമാനങ്ങൾ ഇസ്രായേലിനുണ്ട്. വ്യോമ യുദ്ധത്തിൽ കരുത്ത് നേടാൻ വേണ്ടിയാണ് റഷ്യയിൽ നിന്ന് പോർവിമാനങ്ങൾ ഇറാൻ വരുത്തിയിരിക്കുന്നത്. റഷ്യൻ ചരക്ക് വിമാനം ടെഹ്റാനിൽ എത്തിയതും ശ്രദ്ധേയം. എന്തായാലും യുദ്ധം അവസാനിച്ചെങ്കിലും ശീതയുദ്ധം തുടരുകയാണ്. ഒരു പൊട്ടിത്തെറി ഏത് നിമിഷവും ഉണ്ടാകുന്ന സാഹചര്യം. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാന് സംഭവിച്ചത് വ്യോമക്കരുത്ത് ഇറാൻ നേടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വിമാനങ്ങളെ ഫലപ്രദമായി ചെറുക്കാനും ഇസ്രായേലിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം നടത്താനും ഇറാന് കഴിഞ്ഞില്ല. പകരം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശക്തി കൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. ഇനി അതുണ്ടാകരുത് എന്ന് ഖൊമൈനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യയുടെ കയ്യിൽ നിന്ന് പോർ വിമാനങ്ങൾ ഇറാൻ വാങ്ങിയത്. ഇറാന് സംരക്ഷണമൊരുക്കിക്കൊണ്ട് റഷ്യൻ പോർ വിമാനങ്ങൾ ടെഹ്റാനിൽ എത്തി എന്നുള്ള വാർത്തയാണ് ലോകം ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാൻ ഗൗരവത്തോടെ കാണുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിയതുകൊണ്ട് ആണവായുധ ലക്ഷ്യത്തിലെത്താൻ ഇറാന് അമേരിക്കൻ ആക്രമണം തടസ്സമായില്ല. അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ യുറേനിയവും മറ്റ് ആണവായുധ സാമഗ്രികളും ഒക്കെ ഇറാൻ മാറ്റിയിരുന്നു. എന്തായാലും ഇനി ഇസ്രായേലിനോട് ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിയാൽ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുക, ഒരിക്കലും ആക്രമിക്കാത്ത രീതിയിൽ ഇസ്രായേലിനെ അടിച്ചു വീഴ്ത്തുക, അതാണ് ഇറാൻ്റെ ലക്ഷ്യം. വ്യോമപാതയിലും കരുത്ത് നേടാനുള്ള ശ്രമം അത് ഇറാൻ നേടിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയതോടുകൂടി ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി. യുദ്ധസമയത്ത് ചൈനീസ് ചരക്ക് വിമാനം ടെഹ്റാനിൽ ലാൻഡ് ചെയ്തതും ശ്രദ്ധേയമാണ്. ചൈനയും റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ചേതോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ ഒരു ബദലായി റഷ്യയും ഇറാനും ചൈനയും ഉത്തര കൊറിയയും അടക്കമുള്ള കൂട്ടായ്മ വളർന്നു വരുന്നു. ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്ന് ഒരാക്രമണം പ്രതീക്ഷിക്കുന്നു. ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. മണിക്കൂറുകൾക്കകം തങ്ങൾക്ക് ആണവായുധമുണ്ടാക്കാൻ കഴിയുമെന്നും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേൽ പറയുന്നത് ആണവായുധ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോയാൽ വീണ്ടും ആക്രമിക്കും എന്നാണ്.
എന്തായാലും ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ആ തീരുമാനം മാറ്റാൻ ട്രംപിനോ നെതന്യാഹുവിനോ കഴിയില്ല. ഇറാനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വിരട്ടി നിർത്താമെന്നാണ് ട്രംപ് കരുതിയത്. അതുകൊണ്ടാണ് അമേരിക്കയിലെ പോർവിമാനങ്ങൾ ഇറാന്റെ ഫോർദോ ആണവ നിലയത്തിന് നേരെ, റഷ്യൻ നിർമ്മിത ആണവ നിലയമായ ഫോർദോയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. പക്ഷേ ഒരു ചുക്കും അവിടെ സംഭവിച്ചില്ല. പകരം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കോടികളുടെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്. ഖത്തറിലെ അമേരിക്കയുടെ വമ്പൻ സൈനിക താവളമാണ് ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തത്. അതിൻ്റെ ഗോപുരം ഇടിഞ്ഞു വീണ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. അതിനുശേഷമാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും. എന്തായാലും ഇസ്രായേലുമായി ഒരു കോംപ്രമൈസിനും ഇല്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ സൈനിക കരുത്ത് അവർ വർദ്ധിപ്പിക്കുകയാണ്. സൈനിക കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ ശക്തമായ ഒരു മുന്നേറ്റം, ശക്തമായ ഒരു രീതിയിലേക്ക് പോകുകയാണ് ഇറാൻ. ഇസ്രായേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാൻ അറിയാം. എന്തു ചതിയും കാണിക്കാൻ സമർത്ഥരാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്ത് അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഏത് നിമിഷവും ഇറാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ചൈനയിൽ നിന്ന് എയർ ഡിഫൻസ് സിസ്റ്റവും റഷ്യയിൽ നിന്ന് പോർവിമാനങ്ങളും വാങ്ങിയത്. ചൈനീസ് പോർവിമാനങ്ങളും ഇറാൻ വാങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും കരുത്താർജിക്കുകയാണ് ആകാശത്ത് ഇറാൻ. ആകാശത്ത് കരുത്താർജിക്കുന്ന ഇറാൻ ലോകശക്തിയായി വളരും എന്ന് തന്നെയാണ് ഉറപ്പ്. കാരണം അവരുടെ കരസൈന്യം ശക്തമാണ്. മിസൈലുകളും ഡ്രോണുകളും ധാരാളമായുണ്ട്. പക്ഷേ ആകാശ യുദ്ധത്തിൽ മാത്രമാണ് അവർക്ക് ചെറിയ പാളിച്ചകൾ പറ്റുന്നത്. അവർക്ക് പാളിച്ചയുണ്ടായത്. അത് പരിഹരിക്കാനാണ് റഷ്യൻ പോർവിമാനങ്ങൾ വരുത്തിയിരിക്കുന്നത്. റഷ്യൻ പോർവിമാനങ്ങൾ അമേരിക്കൻ പോർവിമാനങ്ങളെ പോലെ തന്നെ അത്യന്താധുനികമായ പോർവിമാനങ്ങളാണ്. ഉക്രൈൻ്റെ കാൽഭാഗം കീഴടക്കിക്കൊണ്ട് റഷ്യ മറുവശത്ത് അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് നെഞ്ചിടിപ്പ് നൽകിക്കൊണ്ടാണ് റഷ്യൻ പോർവിമാനങ്ങൾ ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും യുദ്ധം തീർന്നെങ്കിലും ശീതയുദ്ധം തുടരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുലർന്നപ്പോൾ ലോകത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറന്നുവെന്ന് സമാധാന പ്രേമികൾ വിശ്വസിച്ചെങ്കിൽ അത് തെറ്റി. ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് വരികയാണ്. ഇനിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ ഇസ്രായേലിൻ്റെ നടുവൊടിക്കുക, അതാണ് ഇറാൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഹൈഫ നഗരം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ജെറുസലേമിലും ടെല്ലവീവിലും ഒക്കെ നാശനഷ്ടം തീവ്രമാണ്. ആ നാശനഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇസ്രായേൽ ഒളിപ്പിച്ചു വെച്ച നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ. ഇറാൻ കരുത്താർജിക്കുകയാണ് ഈ സമയത്ത്. റഷ്യൻ പോർവിമാനങ്ങൾ ടെഹ്റാനിലെത്തിയത് ഇറാനികൾ ആഹ്ലാദത്തോടെ കാണും.